പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റായി വൺ ടാപ്പ് അടിക്കാനും മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വൺ ടാപ്പ് ഹെഡ് ഷോട്ട് അടിക്കാനും അതേപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. വീഡിയോ മുഴുവനായി കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഹൈ ആക്കി വെക്കണം. ഓക്കെ, ഒരു സെൻസിറ്റിവിറ്റി 90-ൻ്റെയും 100-ൻ്റെയും ഇടയിലാക്കി വെക്കാൻ നോക്കുക. കാരണം അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീന് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മൂവ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡ്രാഗ് ചെയ്യുന്ന ടൈമിൽ ഹെഡിലോട്ട് കയറണമെങ്കിൽ സെൻസിറ്റിവിറ്റി കുറച്ച് കൂട്ടി വെക്കുക. സെൻസിറ്റിവിറ്റി കുറവാണെങ്കിൽ ഹെഡൊക്കെ കയറാൻ വളരെയധികം റിസ്ക് ആയിരിക്കും. ആദ്യമേ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സെറ്റായി വൺ ടാപ്പ് അടിക്കാനാണെങ്കിലും മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ചിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ ഏതൊരു പ്രോ പ്ലെയേഴ്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും അവരൊക്കെ ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ റൈസ്റ്റർ അടക്കം കഴിഞ്ഞ ലാസ്റ്റ് 2 വീഡിയോയിൽ ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. തായർ ഫ്യൂഗോ, വൈറ്റ് FF അങ്ങനെ സെറ്റായി വൺ ടാപ്പ് അടിക്കുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സൊക്കെ ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ്, കൺട്രോൾസ് പോയിട്ട് ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് എന്നുള്ള മൂന്നാമത് കിടക്കുന്ന ഓപ്ഷന് ഓൺ ആക്കിയിടുക. അതിനുശേഷം നിങ്ങളുടെ HUDയിൽ ചെറിയ മാറ്റം വരുത്തുക. അതായത് ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് നിങ്ങൾക്ക് ഒന്ന് സൈസ് കൂട്ടിയതിന് ശേഷം 3 ഫിംഗർ ക്ലോ ആയിട്ട് ഈ ഒരു ടോപ്പ് ഭാഗത്ത് ഞാൻ വെച്ച പോലെ ഈ ഒരു ടോപ്പ് ഭാഗത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ തമ്പ് ഉപയോഗിച്ചുകൊണ്ട് വെറും 2 ഫിംഗർ ക്ലോയിലും ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ HUD അല്ലെങ്കിൽ കസ്റ്റം ഹഡ് ചേഞ്ച് വരുത്തുക. ഓക്കെ, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ച് യാതൊരുവിധ പ്രശ്നമില്ലാത്ത ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. കാരണം ഇതിന് ഒരു വലിയ റോളുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഈ ഒരു സെൻസിറ്റിവിറ്റിയും സെറ്റിങ്സും വെച്ച് എങ്ങനെ വൺ ടാപ്പ് അടിക്കാമെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതിന് മുമ്പത്തെ 1-2 വീഡിയോസിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഒരു ഓടി വന്ന് ജമ്പ് ചെയ്ത് ആ ഒരു ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ വൺ ടാപ്പ് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എനിമിയെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഓടി ചെല്ലുക, എന്നിട്ട് ജമ്പ് ചെയ്യുക, എന്നിട്ട് ആ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഡ്രാഗ് ചെയ്യുന്ന ടൈമിൽ ഡൗൺ അപ്പ് ഡ്രാഗ് ചെയ്യാൻ നോക്കുക. ഡൗൺ അപ്പ് ഡ്രാഗ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു ഫയർ ബട്ടൺ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫയർ ബട്ടൺ ഒരു ടിക്ക് മാർക്കിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ പൊക്കി കൊടുക്കുക. ഓക്കെ, ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് അതേ ടൈമിൽ നിങ്ങൾ ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പ്രിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അത് ഗ്ലോ ചെയ്യുന്നത് കാണാം. ഇതേപോലെ ചെയ്താൽ മതി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ജമ്പ് ചെയ്ത് ആ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു ഡൗൺ അപ്പ് ഡ്രാഗ് മെത്തേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ തന്നെ ഈ ഒരു ക്വിക്ക് വെപ്പൺ സ്വിച്ചിലും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പ്രിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് ഹെഡും അടിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡും നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്.